ആഴത്തിൽ നിന്നെ സ്നേഹിച്ചിടാൻ യാഹന്ന പാറ എന്നാശ്രയം. ആഴത്തിൽ നിന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഇന്ന് പകൽ നമ്മുടെ കൂടെ ഉണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ പോവുക. ദൈവത്തിൻ്റെ വചനം നമ്മളെ മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ലാതെ പറ്റത്തില്ല. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ആമേൻ. നമ്മൾ കഴിഞ്ഞ ദിവസം തുടങ്ങി വെച്ചു, പക്ഷേ ചില ആൾക്കാർ നമ്മുടെ നടുവിലില്ലായിരുന്നു. എങ്കിലും കഴിഞ്ഞ ഭാഗത്തെ ചില കാര്യങ്ങളൊന്നും ഓടിച്ചു പോയി. കുറയ്ക്കാതെ തന്നെ എല്ലാം അതുപോലെ പറഞ്ഞ് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ദൈവവചന ഭാഗമാണ്. പുതിയ നിയമത്തിനകത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ കാണുമ്പോൾ ക്രിസ്തുവിൻ്റെ നിഴലായി പഴയ നിയമത്തെ നമ്മൾ പഠിക്കുന്നുണ്ട്. പഴയ നിയമം എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അനേകരും പറയുന്നൊരു കാര്യമുണ്ട്, പഴയതല്ലേ, അത് ഓൾഡ് ടെസ്റ്റ്മെൻ്റ് അല്ലേ, അത് നമുക്ക് വേണ്ട. എന്നാൽ പഴയ നിയമത്തിനകത്ത് ദൈവം തൻ്റെ ജനത്തെ സ്നേഹിച്ച വഴികളും തൻ്റെ ജനത്തിൻ്റെ കൂടെ നടന്ന വഴികളും നാം മനസ്സിലാക്കുമ്പോൾ പുതിയ നിയമത്തിലെ യേശു കർത്താവിനെ നമുക്ക് മനസ്സിലാക്കാൻ ഇടയായിത്തീരും. ആമേൻ. ഓക്കെ, ഇതാണ് സമാഗമന കൂടാരം. ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരും നമുക്ക് കാണാം. ചുറ്റും ദൈവത്തിൻ്റെ പാളയം ഇറങ്ങിയിരിക്കുക കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? അപ്പോൾ സമാഗമന കൂടാരം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഇത് അതിൻ്റെ ചുറ്റുമതിൽ പോലെ കെട്ടിയിരിക്കുന്ന ഫെൻസാണ്. ദൈവം തൻ്റെ ജനത്തോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഇടയിൽ വസിക്കണം. അപ്പം സമാഗമന കൂടാരം തൻ്റെ ജനത്തിന് ദൈവം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ വസിക്കുവാൻ വേണ്ടിയാണ്. ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ നടന്ന് തൻ്റെ ജനത്തിൻ്റെ കൂടെ വസിക്കുവാൻ വേണ്ടിയാണ്. ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു കൂടാരമല്ല. ഇത് താൽക്കാലികമായിട്ടൊരു സ്ഥലത്ത് സ്ഥാപിക്കുന്നതാണ്. ഇതെടുത്തുകൊണ്ട് പോകാം എന്ന് വെച്ചാൽ ഈ ജനം യാത്ര പുറപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ മേഘം മുമ്പോട്ട് മൂവ് ചെയ്യണം. ദൈവം പറയുന്നതിനനുസരിച്ച് ദൈവത്തിൻ്റെ കൂടാരം പോകുന്നതിൻ്റെ കൂടെ തന്നെ വേണം ജനവും മുമ്പോട്ട് യാത്രയാകാൻ. അപ്പം ഓർത്ത് നോക്കിയേ, ഈ ജനം എവിടെ പോയാലും അവരെന്തു ചെയ്താലും ഈ കൂടാരം അവരുടെ അടിസ്ഥാനമായിരുന്നു. ആമേൻ. ഏകദേശം 400 വർഷക്കാലത്തിൽ കൂടുതൽ ഈ ജനം ഈ കൂടാരത്തിനകത്ത് ദൈവത്തെ ആരാധിച്ചു. സമാഗമന കൂടാരം മരുഭൂമിയിൽ ദൈവം പറഞ്ഞ കൽപ്പന പ്രകാരം മോശ ഉണ്ടാക്കിയതാണ്, അല്ലേ? അപ്പോൾ പുതിയ നിയമ സഭയിൽ നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ മഹത്വവും തേജസ്സും എല്ലാം നമുക്കിവിടെ കാണാം. അപ്പോൾ മോശ ഈ കൂടാരം ഉണ്ടാക്കി 400 വർഷം തൻ്റെ ജനത്തിൻ്റെ കൂടെ ദൈവം നടന്നതിന് ശേഷം ശലോമോൻ വേറൊരു കൂടാരമുണ്ടാക്കി. മനസ്സിലാകുന്നുണ്ടോ? ശലോമോൻ ഉണ്ടാക്കിയ കൂടാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞതിൽ നിന്നും ശലോമോൻ്റെ ഇഷ്ടങ്ങളും കൂടെ ചേർത്ത് ചില കാര്യങ്ങളങ്ങ് ഉണ്ടാക്കി. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ സമാഗമന കൂടാരമായ മരുഭൂമിയിലെ ദൈവത്തിൻ്റെ സഭ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കപ്പെട്ടതാണ്. അതൊരിക്കലും മാനുഷികമായിട്ടുള്ള ഒരു അളവുകോലും അതിനകത്ത് വന്നിട്ടില്ല. നമുക്കറിയാം, സമാഗമന കൂടാരത്തെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്, അല്ലേ? സമാഗമന കൂടാരത്തെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 1 പ്രാകാരം, 2 വിശുദ്ധ സ്ഥലം, 3 അതിവിശുദ്ധ സ്ഥലം. പ്രാകാരം എന്ന് പറയുന്നത് ഈ പോർഷനെയാണ് പറയുന്നത്. പ്രാകാരം എന്ന് വെച്ചാൽ ഇവിടെ വേറെ ഒന്നും കൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ടില്ല, ജനത്തിന് അവിടെ കടന്നു ചെല്ലാൻ പറ്റും. എന്നാൽ ഈ ഒരു സ്ഥലത്തോട്ട് കടന്നു ചെല്ലുമ്പോൾ ഇതിനെ 2 പോർഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1 വിശുദ്ധ സ്ഥലം, 2 അതിവിശുദ്ധ സ്ഥലം. ഇനി അതിലേക്ക് നമ്മൾ കടന്നു പോകാം. പിന്നെ ഞാൻ പറഞ്ഞു, ദൈവം ഈ കൽപ്പന കൂടാതെ ദൈവം തൻ്റെ ജനത്തിനോട് പറഞ്ഞ വേറെ ചില കാര്യങ്ങളുണ്ട്. അതിനുശേഷം 5 യാഗങ്ങൾ ഇവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. 1 ഹോമയാഗം, 2 ഭോജനയാഗം, 3 സമാധാനയാഗം,
4 പാപയാഗം, 5 അകൃത്യയാഗം. ഓരോ യാഗത്തിനും ഓരോരോ രീതി ഉണ്ടായിരുന്നു. അതിനൊക്കെല്ലാം നമ്മൾ കടന്നു പോകും. ഞാൻ അതിനു മുമ്പ് ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു പോവുകയായി കാര്യങ്ങൾ. അത് കഴിഞ്ഞ് അവർക്ക് നിയമങ്ങൾ ദൈവം നൽകി കൊടുത്തു. എന്തൊക്കെ നിയമങ്ങളായിരുന്നു? ധാർമ്മികമായ നിയമം, ആചാരപരമായ നിയമം, പൗരത്വപരമായ നിയമം. ഇങ്ങനെ 3 നിയമങ്ങൾ അവർക്ക് ദൈവം നൽകി കൊടുത്തു. അടുത്തത് പൗരോഹിത്യ ശുശ്രൂഷയാണ്. പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അവിടെ 3 രീതിയിൽ 3 കാറ്റഗറി ആയിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. ഒന്ന് മഹാപുരോഹിതൻ. മഹാപുരോഹിതന്റെ പ്രത്യേകത എന്തായിരുന്നു? ആണ്ടിലൊരിക്കൽ മാത്രം മഹാപുരോഹിതൻ ശുശ്രൂഷകൾക്കായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലും. മനസ്സിലാകുന്നുണ്ടോ? അതിവിശുദ്ധ സ്ഥലത്തേക്ക് എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റത്തില്ല. ആർക്കാ കടന്നു ചെല്ലാൻ പറ്റുന്നത്? മഹാപുരോഹിതന് മാത്രമേ കടന്നു ചെല്ലാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആണ്ടിലൊരിക്കൽ മാത്രം ദൈവം വെച്ചിരുന്നൊരു ശുശ്രൂഷയായിരുന്നു മഹാപുരോഹിതന്റെ ശുശ്രൂഷ. അടുത്തത് അഹരോന്യ പുരോഹിതൻ, അതിൻ്റെ അടുത്തത് ലേവ്യ പൗരോഹിത്യം. ഇങ്ങനെ 3 പൗരോഹിത്യങ്ങളെ നമുക്ക് വചനത്തിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ പഴയ നിയമം പഠിക്കുന്നത് എന്തിനു വേണ്ടിയാ? പഴയ നിയമങ്ങൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാ? ബൈബിളിനകത്ത് അതിന് തെളിവുകളുണ്ടോ? ബൈബിളിൽ പഴയ നിയമം ആവശ്യമാണെന്നുള്ളതിന് നമുക്കിവിടെ കാണാം. 2 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല പ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. നോക്കിക്കേ, അപ്പോൾ ദൈവവചനത്തിനകത്തെ എല്ലാ തിരുവെഴുത്തുകളും എന്താണ്? ദൈവത്തിൻ്റെ ശ്വാസമുണ്ട്. ദൈവത്തിൻ്റെ ശ്വാസം എന്ന് പറയുമ്പോൾ എന്തോ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ആദത്തെ ദൈവം ഉണ്ടാക്കിയപ്പോൾ എന്തോ ചെയ്തു? അവൻ്റെ ശ്വാസം ആദത്തിൻ്റെ മൂക്കിലേക്ക് ഊതി. അപ്പം ദൈവത്തിൻ്റെ ശ്വാസം ഊതിക്കഴിഞ്ഞപ്പോൾ ആദം എന്തു ചെയ്തു? ദൈവത്തിൻ്റെ സ്വഭാവമുള്ള മനുഷ്യനായി അവനായിത്തീർന്നു. കാരണം അവനിൽ വസിക്കുന്നത് എന്താ? പിന്നീട് ദൈവത്തിൻ്റെ ആത്മാവ എന്ന് പറഞ്ഞതുപോലെ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാ. ദൈവത്തിൻ്റെ ശ്വാസം അതിനകത്തുണ്ട്, ദൈവത്തിൻ്റെ ജീവൻ അതിനകത്തുണ്ട്. റോമാലേഖനം 15-ാം അധ്യായം 4-ാം വാക്യത്തിനകത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളിൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പൗലോസ് പറയുക, മുൻ എഴുതിയിരിക്കുന്നത് പഴയ നിയമത്തിനകത്ത് എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ടാ. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഉപദേശത്തിനായിട്ടാ. എന്നിട്ട് നമുക്ക് തിരുവെഴുത്തുകൾക്കകത്ത് സ്ഥിരത ഉണ്ടാകണം. പലർക്കും ഇല്ലാതെ പോകുന്നൊരു കാര്യമാത്. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് എന്നെങ്കിലും വീഴ്ത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെറുതെ കിടക്കത്തില്ല, അത് കിളിച്ചുകൊണ്ടിരിക്കും. അതിന് ജീവനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ദൈവത്തിൻ്റെ ശ്വാസമുള്ളതാ. അത് ജീവനുള്ളതായതുകൊണ്ട് അത് കിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ വീണ്ടും വീണ്ടും ആ വചനം കേൾക്കാനുള്ള ദാഹം ഉണ്ടാകത്തുള്ളൂ. കാരണം അവനെ അറിഞ്ഞവന് മാത്രമേ അവൻ്റെ കൂടെ കൂട്ടായ്മ ആചരിക്കാൻ ഇഷ്ടം തോന്നത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ലോകത്തെയും ദൈവത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതാ യേശു പറഞ്ഞത്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ പറ്റത്തില്ല, അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഇന്ന് പകലിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഒരു പൂർണ്ണ ദൃഢനിശ്ചയത്തോട് ഇന്ന് പകൽക്കാലം ആയിരിക്കണം. എല്ലാ തിരുവെഴുത്തും ദൈവത്തിൻ്റെ ശ്വാസമുള്ളത് കൊണ്ട് ആ ശ്വാസം ആദത്തിൻ്റെ മേൽ ഊതിയതുപോലെ വചനമാകുന്ന വിത്ത് എൻ്റെ അകത്ത് വീഴ്ത്തപ്പെട്ടപ്പോൾ ആ ശ്വാസം എൻ്റെ മേൽ വീഴ്ത്തപ്പെട്ടു. എൻ്റെ മേൽ ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിച്ചു. ആമേൻ. അടുത്തിലോട്ട് നമുക്ക് കടന്നു പോകാം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്.
അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. നോക്ക്, പുറപ്പാട് പുസ്തകത്തിനകത്ത് തൻ്റെ ജനത്തിന് പറ്റിയ പരാജയങ്ങളെ നമുക്കെടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. എന്തോ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചത് എന്തുവാ? അന്നത്തെ കാലത്തെ തൻ്റെ ജനം മരുഭൂമിയിൽ പട്ടുപോയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബുദ്ധി പ്രകാശിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം അത് എഴുതിയിരിക്കുകയാണ്. അടുത്തത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു പോവാം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 26-27 വാക്യങ്ങൾ. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. നോക്കിക്കേ, ശ്രദ്ധിച്ച്, ഇത് ആരോട് പറയുകയാണ്? യേശു കർത്താവ് തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരോട് പറയുകയാണ്. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. യെരുശലേമിൽ നിന്നും എമ്മൗസിലേക്ക് കടന്നുപോയ ശിഷ്യന്മാരുടെ കൂടെ യേശു കർത്താവ് നടന്നു പോവുകയാണ്. തൻ്റെ മരണത്തിനു ശേഷം കാൽവറിയിൽ താൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാർക്ക് താൻ പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല ഇത് ക്രിസ്തുവാണെന്ന്. പക്ഷെ താൻ ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്താതെ താൻ എന്തു പറഞ്ഞു? പഴയ നിയമത്തിൽ മോശ തന്നെക്കുറിച്ച് എഴുതി വെച്ച കാര്യങ്ങൾ വെച്ച് അവരോട് സംസാരിക്കാൻ തുടങ്ങി. നോക്കിക്കേ, ക്രിസ്തുവിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? പഴയ നിയമത്തിലുള്ള ക്രിസ്തുവിനെ പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ആമേൻ. അപ്പം മോശ എഴുതി വെച്ചത് യേശു കർത്താവ് എന്താ ചോദിച്ചത്? നമ്മളെപ്പോലൊന്നും ആയിരുന്നില്ല അന്നത്തെ കാലത്തെ ശിഷ്യന്മാരും ആ യഹൂദന്മാരൊക്കെ. അവർ വചനം ആഴമായിട്ട് പഠിക്കുന്നവരാ. കാരണം ഒരു ബാലൻ 12 വയസ്സാകുമ്പോൾ തന്നെ അവൻ്റെ വചനത്തിൻ്റെ സകല കാര്യങ്ങളും നൈപുണ്യം നേടിക്കഴിയും. 20 വയസ്സാകുമ്പോഴത്തേന് അവൻ എല്ലാത്തിലും തികഞ്ഞവനായിത്തീരും. ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ പഴയ നിയമകാലത്തെ ദൈവവചനം അറിയാവുന്ന ആ ശിഷ്യന്മാർക്ക് പോലും യേശു ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കാൻ സാധിച്ചില്ല. മനസ്സിലാവുന്നുണ്ടോ? കാരണം അവരുടെ കണ്ണടയപ്പെട്ടു. ക്രിസ്തു അവരുടെ കൂടെ നടക്കുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും ഇത് ക്രിസ്തു ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നോക്ക്, നമ്മുടെ ജീവിതത്തിനകത്തും പലപ്പോഴും സംഭവിക്കുന്ന കാര്യം ഇതാ. ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടല്ലേ, ക്രിസ്തു നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം തിരിച്ചറിയപ്പെടാതെ നാം എന്ത് ചെയ്യുന്നു? മാനുഷികമായിട്ടുള്ള നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ അധരങ്ങൾക്കകത്തൂടെ നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങൾ കൊണ്ട് നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. നോക്കുന്നേ, അതുകൊണ്ടാ സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ അത് പറയുന്നുണ്ട് അല്ലേ? ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരെ, അല്ലേ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ ദൈവത്തിൻ്റെ വചനം വേണ്ടതുപോലെ നാം മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് പറ്റിപ്പോകുന്ന പരാജയം ക്രിസ്തുവിനെ നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. ആമേൻ. ക്രിസ്തുവിനെ നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് ക്രിസ്തുവിനെ ഇല്ലെങ്കിൽ നമ്മളുടെ ജീവിതം കൊണ്ട് അർത്ഥമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അപ്പോൾ പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഓരോ പ്രവചനങ്ങളും തൻ്റെ പുത്രനായ യേശുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ളതായിരുന്നു, അല്ലേ? ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. എല്ലാ തിരുവെഴുത്തുകളിലും, അല്ലേ? യെശയ്യാവിൻ്റെ പുസ്തകം നോക്കിയാൽ അവിടെ ആരെ കാണാം? യേശുവിനെ കാണാം, അല്ലേ? യിരെമ്യാവിൻ്റെ പുസ്തകം നോക്കി അവിടെ ആരെ കാണാം? പഴയ നിയമത്തിൻ്റെ ഓരോ പുസ്തകങ്ങളും നമ്മൾ വായിക്കുമ്പോൾ അവിടെ എല്ലാം നമുക്ക് യേശു കർത്താവിനെ കാണാൻ സാധിക്കുന്നുണ്ട്.
ഓക്കെ, അടുത്ത ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 44-ാം വാക്യം. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. അപ്പം പഴയ നിയമത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യപ്പെടണമായിരുന്നു? അത് പൂർത്തീകരിക്കപ്പെടണമായിരുന്നു, നിവൃത്തിയാകപ്പെടണമായിരുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്നവൻ പറയുന്നു. ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വന്ന യാഗങ്ങളും വഴിപാടുകളും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ചില ആൾക്കാർ പറയുന്ന ഇതാ, യേശുക്രിസ്തു പഴയതിനെ മാറ്റിക്കളഞ്ഞു എന്ന് പറയുന്നതിൻ്റെ ഒരു വേദഭാഗമായിട്ട് ഇതിനെ പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, ഇവിടെ എന്തുവാ മീൻ ചെയ്യുന്നതെന്നറിയാമോ? പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഒരു ദിവസം യേശു കർത്താവ് ആലയത്തിലോട്ട് കടന്നു വന്നു. അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോരുത്തർക്ക് ചാൻസ് ഉണ്ട് ദൈവവചനം വായിക്കാൻ. നമുക്ക് ഇന്നത്തെ സങ്കീർത്തനം വായിക്കാൻ ഓരോരുത്തർക്ക് സാവകാശം കൊടുക്കുന്നത് പോലെ അന്നത്തെ കാലത്ത് വേദഭാഗം വായിക്കാനുള്ള സമയം യേശു കർത്താവിൻ്റെത് വന്നപ്പോൾ യേശു എന്ത് ചെയ്തു? ഈ വേദഭാഗം വായിക്കുവാൻ വേണ്ടി മുമ്പോട്ട് കടന്നു വന്നു. എന്നിട്ട് അവിടെ ഇങ്ങനെ എഴുതിക്കാം, അവൻ തന്നെക്കുറിച്ചുള്ളത് എടുത്ത് വായിച്ചു. അന്ന് വരെ ആരും ഇങ്ങനെ വായിച്ചിട്ടില്ല. യേശു തന്നെക്കുറിച്ചുള്ളൊരു വെളിപ്പാട് ജനത്തിന് കൊടുക്കുവാൻ വേണ്ടി എഴുതിയിരിക്കുക, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. പഴയ നിയമത്തിലെ വചനഭാഗത്ത് ഒരു പ്രവചനമായത്. ആ പ്രവചനം എടുത്തിട്ട് യേശു പറയുക, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്നവൻ പറയുന്നു. നോക്കിയേ, ഈ വേദഭാഗം വായിക്കുമ്പോൾ യേശു കർത്താവ് പറയുക, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വന്നിരിക്കുന്നു. അത് വായിച്ചപ്പോഴത്തേന് ഈ പ്രവചനം എന്തോ ചെയ്തു? പൂർത്തിയായി, ഫുൾഫില്ലായി അല്ലേ? പഴയ നിയമകാലത്ത് യേശു ജനിക്കുന്നതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പ്രവചനം ഇപ്പോൾ പൂർത്തിയായിരിക്കുക, തന്നെക്കുറിച്ചുള്ള വേദഭാഗം എടുത്ത് കണ്ടപ്പോൾ. ഇന്ന് നാം ദൈവമക്കളായിരിക്കുമ്പോൾ ഓരോ വേദഭാഗങ്ങൾ വായിക്കുമ്പോഴും കർത്താവ് പറഞ്ഞ പോലെ നമുക്ക് പറയാം, എന്നെക്കുറിച്ചുള്ളൊരു ദൂത അത്, എന്നെക്കുറിച്ച് ദൈവം പറഞ്ഞൊരു കാര്യം അത്. കാരണം നമ്മൾ അവൻ്റെ മക്കൾ, അവൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരാ അല്ലേ? സങ്കീർത്തനം 40:6-8 നാം കടന്നു പോകുമ്പോൾ, ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. നോക്കിയേ, ന്യായപ്രമാണം എവിടെ ഇരിക്കുന്നേ? യേശു പറയുക, എൻ്റെ ഉള്ളിലിരിക്കുക. ആമേൻ. അടുത്തത് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ഞാൻ ഈ സമാഗമന കൂടാരത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഓരോ സ്റ്റെപ്പുകളായി പറഞ്ഞു വരുന്നത്. ഇപ്പോൾ എന്തുവാ നമുക്ക് സംഭവിച്ചത്? ഇവിടെ നമ്മൾ ഇത് നോക്കിയേ, ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ആ കുഞ്ഞിനെ എന്ത് ചെയ്യുക? മാതാവ് നോക്കുക അല്ലേ എന്ന് പറഞ്ഞതുപോലെ, ശിശുപാലനം എന്ന് പറയുമ്പോൾ ഒന്നും അറിയാൻ വയ്യാത്ത ഒരു കൊച്ചു കുഞ്ഞിനെ നയിക്കുക അല്ലേ എന്ന് പറഞ്ഞതുപോലെ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് എന്തെല്ലാം നീതീകരിക്കപ്പെടേണ്ടത്? ആരിലുള്ള വിശ്വാസത്താൽ? ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടണം. നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ, അപ്പം നമുക്ക് വഴികാട്ടിയ ന്യായപ്രമാണം നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുകയാണ്, നമ്മളെ ഗൈഡ് ചെയ്യുക. എന്ത്? ന്യായപ്രമാണം. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 13-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണം വന്നതിന് ശേഷം പിന്നീട് പ്രവചനമില്ല.
മനസ്സിലായോ? ഇപ്പം ന്യായപ്രമാണം യോഹന്നാൻ വരെ എന്ത് ചെയ്തു? സകല പ്രവാചകന്മാരും പ്രവചിച്ചു ഒരുവൻ വരുന്നുണ്ട്, അല്ലേ? അതിനുശേഷം പിന്നെ എന്തില്ല? യേശുവിനെ കുറിച്ചുള്ള പിന്നീട് വരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല, അവൻ ഓൾറെഡി വന്നു. അന്ന് വരെ അത് നിഴലായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അല്ലേ? എൻ്റെ നിഴല് നിങ്ങൾ കണ്ടപ്പോൾ ആ നിഴലിനെ നോക്കി ഒരിക്കലും നിങ്ങൾ എന്നെ പറയത്തില്ല അത് പാസ്റ്റർ സാമുവലാന്ന് പറയുമോ? ഇല്ല. ഞാൻ വാസ്തവമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഞാനിവിടെ ഉണ്ടെന്ന് എന്ന് പറഞ്ഞതുപോലെ നാം വാസ്തവമായി ഇപ്പോൾ എവിടെ ഉണ്ട്? നമ്മുടെ നടുവിലുണ്ട്. അത് പറഞ്ഞ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ആരുണ്ട്? ഇത് ന്യായപ്രമാണ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം തൻ്റെ ജനത്തിൻ്റെ നടുവിൽ അവന് വസിക്കണം. നിങ്ങളൊരു സഭയായ ഒരു കുടുംബമായിരിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും പല കുടുംബങ്ങൾക്കകത്തും ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുവാൻ തക്ക രീതിയിലുള്ള ഒരു വിശുദ്ധി ഓരോ ഭവനത്തിനകത്തും വെളിപ്പെടുന്നില്ല. ആമേൻ. കാരണം ഈ ലോകത്തിൻ്റെ പ്രഭു നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളെ കെട്ടിക്കളയും. പക്ഷെ നമ്മുടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ദൈവവചനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സർവ്വവും മറക്കണം. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ മറന്നു കഴിയുമ്പോഴാണ് അവൻ്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുന്നത്. മോശ പർവ്വതത്തിൽ കയറി ചെന്നപ്പോൾ അവൻ സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് കയറി ചെന്നത്. അവൻ കയറി ചെന്ന ദൈവസാന്നിധ്യത്തിന്റെ നടുവിൽ ഇരുന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ അവനും ദൈവവുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ തേജസ് അവനെ വന്നങ്ങ് മൂടി. മേഘം ഇറങ്ങി പർവ്വതത്തെ തന്നെ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. നോക്കിയേ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഈ താഴ്വാരത്തിലുള്ള ജനം നോക്കുമ്പോൾ എന്തുവാ കാണുന്നത്? മോശ കയറിപ്പോയി, യാതൊരു വിവരവും ഇല്ല, വലിയൊരു മേഘം വന്ന് പർവ്വതത്തെ മൂടി. നമുക്കറിയാം, ഇവിടെ നമുക്ക് US നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ വലിയ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, ടൊർണഡോ ഒക്കെ ഉണ്ടാകുമ്പോൾ മേഘങ്ങൾ കൂടി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? അറ്റ്ലീസ്റ്റ് TV യിലെങ്കിലും ചിലർ കണ്ടിട്ടുണ്ട്. അപ്പം ഓർത്ത് നോക്കി. അപ്പം മോശ അവിടെ ആയിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം, താഴെ കിടക്കുന്ന ജനം, അവരെ നയിച്ചുകൊണ്ട് വന്നത് മോശയാണ്. താഴെ കിടക്കുന്ന ജനം കാണുന്നത് എന്തുവാ? പർവ്വതം മുഴുവൻ മേഘം കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുക. മോശ ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് അങ്ങ് വീണുപോയി. അവൻ 40 ദിവസം ഒരു ഫാസ്റ്റിംഗ് ഒന്നും പ്രഖ്യാപിച്ചുകൊണ്ട് കയറിപ്പോയതല്ല. മനസ്സിലാകുന്നുണ്ടോ? അവനൊരു ദിവസം ദൈവം കയറി ചെല്ലാൻ പറഞ്ഞപ്പോൾ അവൻ കയറി ചെന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവന് വിശപ്പില്ല, ദാഹമില്ല, ഒന്നുമില്ല. അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത് മറയപ്പെട്ടു. ഇങ്ങനത്തെ ഒരു അനുഭവം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഉണ്ടാകുമ്പോഴാണ് വാസ്തവമായും അവനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം അടുത്തത് സങ്കീർത്തനം 29-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, അത് വനങ്ങളെ തോലിരിക്കുന്നു, അവൻ്റെ മന്ദിരത്തിൽ സകലഹും മഹത്വമെന്ന് ചൊല്ലുന്നു. അവിടെ മന്ദിരത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലേ? എന്തോ പറയുന്നത്? അവൻ്റെ മന്ദിരത്തിൽ. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ വനത്തിൻ്റെ തോലുരിക്കുന്നത്. കാരണം ഒരു ദിവസം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഈ ജനം പറഞ്ഞു, അയ്യോ ഞങ്ങളോട് സംസാരിക്കരുത്. മോശ പോലും ഭയപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച ഞാൻ ആ വേദഭാഗം വായിപ്പിച്ചല്ലേ? മോശ പോലും എന്ത് ചെയ്തു? ഭയപ്പെട്ടു പോയി. അവൻ്റെ ശബ്ദം അത്ര ഭയങ്കരമായിരുന്നു. പത്രോസ് പറയുന്നു, അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. പഴയ നിയമകാലത്തെ പ്രവാചകന്മാർ അത് യേശുവിൽ അത് നിറവേറുന്നത് എങ്ങനെയെന്ന് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവർക്കാർക്കും ഇത് കാണാൻ പറ്റിയില്ല. യെശയ്യാവിന് കാണാൻ പറ്റിയില്ല, യിരെമ്യാവിന് കാണാൻ പറ്റിയില്ല. പറ്റിയോ? പഴയ നിയമത്തിലെ ഒരു പ്രവാചകന്മാർക്കും ഇത് കാണാൻ പറ്റിയില്ല. പക്ഷേ പുതിയ നിയമത്തിൽ വന്നപ്പോൾ തൻ്റെ കൂടെ നടന്ന സാധാരണപ്പെട്ട മുഖുവന്മാരായിട്ടുള്ള ശിഷ്യന്മാർ ഇത് കണ്ടു. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞ, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ തൊട്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ അനുഭവിച്ചല്ലേ. ദൈവത്തെ നമുക്ക് അനുഭവിക്കണം. എങ്ങനെ അനുഭവിക്കുന്നേ? അതൊരു ഫീലിംഗാണ്.
നമുക്കൊരിക്കലും കേൾക്കുമ്പോൾ പറ്റുന്നൊരു കാര്യമല്ലത്. നമ്മൾ യോഹന്നാൻ പറഞ്ഞതുപോലെ നമ്മളൊരു കൊച്ചു കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ വെച്ച് ലാളിക്കുമ്പോൾ അതിനോടുള്ള ഒരു ഫീലിംഗ് നമ്മൾ പലപ്പോഴും കാണിക്കാറില്ലേ? ഇല്ലേ? അതുപോലെ പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അവനോട് നമ്മൾ കേൾക്കാൻ, അവനോട് നമ്മൾ പറയാൻ, അവനെ ഒന്ന് തൊടാൻ, അവനിൽ നിന്ന് ചിലത് പ്രാപിക്കാനുള്ളൊരു മാനസിക അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അനേകർക്കും ഇന്ന് വരെയും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ആമേൻ. അതുകൊണ്ടാണ് പലപ്പോഴും ആ സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നത്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് യാഗങ്ങൾ വരുമ്പോൾ വരാം. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. അപ്പോൾ സ്വർഗത്തിലുള്ള പ്രതിബിംബമായത് ഭൂമിയിലുള്ള ഈ സമാഗമന കൂടാരം. കാരണം മോശയ്ക്ക് ദൈവം സ്വർഗത്തിലുള്ള മാതൃകയാണ് കാണിച്ചു കൊടുത്തത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗീയമാവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. മനസ്സിലാവുന്നുണ്ടോ? എന്നുവെച്ചാൽ ഭൂമിയിൽ മോശ ഉണ്ടാക്കിയ ഈ സമാഗമന കൂടാരത്തിനകത്ത് എന്തോ ആവശ്യമായിരുന്നു? യാഗം ആവശ്യമായിരുന്നു, അല്ലേ? അത് എന്തിൻ്റെ യാഗമായിരുന്നു? മൃഗങ്ങളുടെ യാഗമായിരുന്നു, അല്ലേ? എന്നാൽ സ്വർഗത്തില് ഇതുകൂട്ടൊരു കൂടാരം ഉണ്ടെങ്കിൽ അവിടെ എന്ത് യാഗമാണ് കഴിക്കേണ്ടത്? മൃഗത്തിന്റെ യാഗം കഴിച്ചിട്ട് കാര്യമുണ്ടോ? അവിടെ തൻ്റെ പുത്രനായ യേശുവിൻ്റെ യാഗത്താലാണ് ആ കൂടാരത്തിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവേശനം ലഭിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ പേര് എഴുതപ്പെട്ടിരിക്കുക ക്രിസ്തു മുഖാന്തരം. ക്രിസ്തു മുഖാന്തരം എഴുതപ്പെട്ടത് കൊണ്ട് സ്വർഗത്തിലേക്ക് പേര് കർത്താവ് എഴുതി ചേർത്തു. അടുത്തത് കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം 46 മുതൽ 47 വാക്യങ്ങൾ. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. അത് വളരെ വേഗം പോവുക. 2 കൊരിന്ത്യ ലേഖനം 4:18. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പം കാണുന്നൊരു കൂടാരം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. നമ്മളിനി കാണാത്തൊരു കൂടാരത്തിന് വേണ്ടിയാണ്. കാരണം നമുക്കൊരു നിഴല് കിട്ടിക്കഴിഞ്ഞു. ഈ നിഴലിനെ കുറിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇനി നമ്മൾ കാണാനിരിക്കുന്നതിനെ കുറിച്ചൊരു വ്യക്തമായ ചിത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടുതരും ഈ കൂടാരം. അപ്പൊ എബ്രായ ലേഖനം 23-24 വാക്യങ്ങൾ പറയുന്നു, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാം മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. നമുക്ക് പഴയ നിയമത്തിൽ അപ്പൊ സ്നാനമേറ്റോ അവര്? പഴയ നിയമവിശ്വാസികൾ സ്നാനമേറ്റല്ലേ? അവരെങ്ങനെ സ്നാനമേറ്റത്? അവര് മേഘത്തിന്റെ കീഴിലായിരുന്നപ്പോൾ അവർ സ്നാനമേറ്റു. കാരണം സ്നാനത്തിന്റെ അർത്ഥം എന്തുവാ? ക്രിസ്തുവിനോട് ചേരുക, അല്ലേ? അപ്പോൾ ഈ മേഘം ഇവരെ വന്ന് മൂടുമ്പോൾ അവർ ദൈവത്തിന്റെ വലയത്തിനകത്താ. നമ്മൾ സ്നാനപ്പെട്ട് കഴിയുമ്പോഴാണ് ക്രിസ്തു നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മൾ വലയം ചെയ്യപ്പെടുന്നത്, അല്ലേ? ഇതുപോലെ അവർ മേഘത്തിൻ കൂടെ, അവർ ചെങ്കടൽ കടന്നു. അതിനെല്ലാം സ്നാനത്തിനൊരു മുൻകുറിയാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, അവരെല്ലാം മോശയോട് ചേർന്നു. അവരെല്ലാം ഒരേ ആത്മീയാഹാരം കഴിച്ചു, അല്ലേ? ആത്മീയ പാനീയം കുടിച്ചു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, ഒരേ ആത്മീയാഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. നോക്കിയേ, ഇവരെ അനുഗമിച്ച ആത്മീയ പാറ ആരായിരുന്നു? യോഹന്നാൻ പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാവുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു. അപ്പം മന്ന തിന്ന തൻ്റെ ജനം മരിച്ചു, അല്ലേ? പക്ഷെ ഇവിടെ എന്തോ പറയുന്നത്? എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. അപ്പൊ നമുക്ക് ജീവൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പുത്രനെ ഇൻടേക്ക് ചെയ്യണം, അകത്തേക്ക് എടുക്കണം. അവനെ നമ്മൾ ഇൻടേക്ക് ചെയ്യാതെ നമുക്ക് ജീവൻ ലഭിക്കത്തില്ല. ഓക്കെ, ഇനി നമുക്ക് സമാഗമന കൂടാരത്തിലേക്ക് കടന്നു വരാം. ഇതാണ് സമാഗമന കൂടാരം. 75 അടി വീതി, 150 അടി
നീളം ഉള്ള ഒരു സ്ഥലമാണ് സമാഗമന കൂടാരം. ഇവിടെ പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യുന്നത് നമുക്ക് കാണാം അല്ലേ. ഇവിടെ ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അപ്പം ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുന്നതാ ഈ ചിത്രകാരൻ്റെ ഭാവനയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 19-21 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവരോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ച് അത്രേ പറഞ്ഞത്. നോക്ക്, ശലോമോന്റെ ആലയത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് എന്തോ പറഞ്ഞു? ഈ മന്ദിരം ഞാൻ പൊളിക്കും, പൊളിച്ച് 3 ദിവസം കൊണ്ട്. അപ്പൊ ഇവരെല്ലാം കൺഫ്യൂസ്ഡായി, എന്തോ ഈ പറയുന്നത്. അപ്പൊ നോക്ക്, ഈ കൂടാരത്തെ കുറിച്ച് ദൈവത്തിന്റെ പർപ്പസ് ആയിരുന്നു ഈ കൂടാരം പൊളിച്ചു പണിയുക എന്നുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ കൂടാരം പൊളിച്ചു പണിയുക, ഈ മന്ദിരം പൊളിപ്പിൻ. കാരണം അവൻ തകർക്കപ്പെടാൻ വേണ്ടി വന്നതാ അല്ലേ. ആ കൂടാരത്തിനകത്ത് തൻ്റെ സകല നിഴലും നിൽക്കുമ്പോൾ യഥാർത്ഥമായും ഈ കൂടാരം തകർക്കപ്പെട്ടെങ്കിലേ നമ്മളിലേക്ക് എല്ലാവരിലേക്കും അവൻ ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യേശു കർത്താവ് തകർക്കപ്പെട്ടത് കൊണ്ടാണ് പരിശുദ്ധാത്മാവാം ദൈവം നമ്മളിൽ ഓരോരുത്തരുടെ മേലും ഇറങ്ങി വന്നത്. കാരണം അവൻ്റെ ആത്മാവിനെ നമുക്ക് പിതാവ് പകർന്നു നൽകി, ഓരോരുത്തർക്കും എടുത്തു നൽകി. യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ എപ്രകാരം നിങ്ങളുടെ അടുക്കൽ വരും? ഞാൻ പോയിട്ട് പിതാവിൽ നിന്ന് കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? പരിശുദ്ധാത്മാവാ. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് നടത്തുന്നവൻ ആര്? കാര്യസ്ഥൻ. അപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ വചനം പറയുന്നത്, നിങ്ങളെ സത്യത്തിലും നീതിയിലും അവൻ നിങ്ങളെ നടത്തും. അപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഫലമാണോ നിങ്ങളിൽ നിന്ന് പുറത്തു വരുന്നെന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ ശോധന ചെയ്യണം. വേറൊരാൾ പറഞ്ഞു തരണ്ട. ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ, ഞാനൊരു പാപം ചെയ്യുമ്പോൾ എനിക്ക് സ്വയമേ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെടും. നീ ആ ചെയ്യാൻ പോകുന്നത് പാപം ചെയ്ത് കഴിഞ്ഞിട്ടല്ല, പോകുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ വായിൽ നിന്ന് കോപിച്ചൊരു വാക്ക് വരുമ്പോൾ, നിങ്ങളുടെ വായിൽ നിന്ന് അനിഷ്ടമായിട്ടൊരു വാക്ക് പറയുമ്പോൾ, നിങ്ങൾ മറ്റുള്ള ഒരാളെ കുറിച്ച് കുറ്റവും കുറവും പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എപ്പോഴെങ്കിലും നിങ്ങളോട് വാൺ ചെയ്തിട്ടുണ്ടോ? നോ, നിന്റെ ഡ്യൂട്ടി അല്ല അത് പറഞ്ഞിട്ടുണ്ടോ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം പൂർണ്ണമായി ദൈവത്തിലേക്ക് സമർപ്പിക്കണം. കാരണം അപവാദം പറയുന്നത് ആരാ? പിശാച അല്ലേ? കുറ്റം, മറ്റുള്ളവനെ കുറ്റം ചുമത്താൻ. ഇപ്പം നമ്മളെല്ലാം യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാ അല്ലേ? കഴുകപ്പെട്ട ഒരു വ്യക്തിയെ നോക്കി കുറ്റം പറയണമെങ്കിൽ ആരാ കുറ്റം പറയാൻ നടക്കുന്നത്? പിശാച അല്ലേ? അപ്പൊ പിശാചിന്റെ പദ്ധതി എന്തുവാ? ഒരു ദൈവ പൈതലിനെ എങ്ങനെയെങ്കിലും ദൈവസേനയിൽ നിന്ന് മാറ്റിക്കളയണം. നിങ്ങളിപ്പോൾ നല്ല രീതിയിലൊക്കെ ഒന്ന് ജീവിക്കാൻ ആഗ്രഹിച്ച് വരുമ്പോൾ നിങ്ങളെക്കുറിച്ച് 10 കുറ്റം പോയി ഒരാൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എന്തോ തോന്നും? ഇന്നലെ തിരിച്ച് 2 പറഞ്ഞേക്കാൻ തോന്നും അല്ലേ? കാരണം നമ്മുടെ ജഡം അവിടെ എഴുന്നേക്കും. എന്നാൽ നാം ക്രൂശിക്കപ്പെട്ടോന്ന് മനസ്സിലാക്കുന്നത് എങ്ങനാ? രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരുന്ന ആടിനെ പോലെ അവനായിരുന്നു അല്ലേ? അവനെ ദ്രോഹിച്ചും ദണ്ഡിപ്പിച്ചിട്ടും അവൻ എന്ത് ചെയ്തില്ല? വാ തുറന്നില്ല. അപ്പോൾ പുത്രനായ യേശു കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെടുമ്പോൾ അവൻ കാണിച്ച സ്വഭാവം ദിവ്യ സ്വഭാവമാണ്. നമുക്ക് കാണിക്കാൻ പറ്റുമെന്ന് ഒരു തീരുമാനം എടുക്കാവോ? നമുക്കൊരു തീരുമാനം എടുക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ഒത്തിരി തീരുമാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എടുത്തു. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മുമ്പോട്ട് പോകാൻ ഒരിക്കൽ കൂടെ ഞാൻ സമർപ്പിച്ചു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത് ശ്രദ്ധിച്ചേ, യേശു കർത്താവിനെ കുറിച്ച് പറയാം. വചനം എന്തായി തീർന്നു? ജഡമായി തീർന്നു. വചനം എന്ന് വെച്ചാൽ ജഡമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് കാണാം, പരസ്പരം കാണാം അല്ലേ? എന്നിട്ട് എവിടെ പോയി പാർത്തു? നമ്മുടെ ഇടയിൽ പാർത്തു. എന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ
സമാഗമന കൂടാരം അവിടെ ഉണ്ടാക്കേണ്ട ഉദ്ദേശം എന്തായിരുന്നു? തൻ്റെ ജനത്തിന്റെ ഇടയിൽ പാർക്കാനായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. അപ്പൊ പുതിയ നിയമത്തിൽ വന്നപ്പോൾ യോഹന്നാൻ പറയുക, വചനം ജഡമായി തീർന്നു. അന്നത്തെ ദൈവത്തിന്റെ വചനം, അല്ലെങ്കിൽ പഴയ നിയമത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വചനം ജീവനുള്ളതായിട്ട് വന്ന് നമ്മുടെ ഇടയിൽ അങ്ങ് പാർത്തു. പഴയ നിയമത്തിനകത്ത് എന്തുവായിരുന്നു സംഭവിച്ചത്? മേഘം ഇറങ്ങി വരുന്നത് മാത്രമേ അവർക്ക് കാണാൻ പറ്റത്തുള്ളൂ, അല്ലേ? ദൈവത്തിന്റെ മേഘം ഇറങ്ങി വരുന്നു, അല്ലാതെ അവർക്ക് ജഡമായിട്ട് കാണാൻ പറ്റുന്നില്ല. അവർക്ക് ശബ്ദം കേൾക്കാം. അവർ കൂടാരത്തിൽ നിന്ന് എന്തോ കേട്ടിരുന്നു? ശബ്ദം കേട്ടു. ശബ്ദം ഇവരോട് സംസാരിക്കുമ്പോൾ. അപ്പൊ ഇവിടെ പുതിയ നിയമം വന്നപ്പോൾ പറയുകയാണ്, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ്, പിതാവിൽ നിന്ന് ഏകജാതനാന്റെ തേജസ് കണ്ടു. എന്നുവെച്ചാൽ പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്നത് പാളയത്തിൽ കിടക്കുന്ന ജനം കാണുന്നത് പോലെ പുതിയ നിയമസഭയിലേക്ക് കടന്നു വന്നപ്പോൾ യേശു കർത്താവിനെ തേജസ്സുള്ളവനായി തൻ്റെ ശിഷ്യന്മാർ കാണുകയാണ്. എവിടെയാ കണ്ടത് അവര്? മറുരൂപമലയിൽ ശിഷ്യന്മാരുമായി നിൽക്കുമ്പോൾ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, 3 ശിഷ്യന്മാർ. എന്നുവെച്ചാൽ യോഹന്നാൻ അത് എഴുതുന്ന, യോഹന്നാനെയും പത്രോസിനെയും യാക്കോബിനെയും വിളിച്ചോണ്ട് പോയി മറുരൂപ മലയിൽ ചെന്നപ്പോൾ അവന്റെ രൂപം വെണ്മയായി തീർന്നല്ലേ. ലോകത്തെ വചനം ഇങ്ങനെ, ലോകത്തൊരു അലക്കുകാരനും വെളുപ്പിക്കാൻ പറ്റാത്ത പോലെ മനുഷ്യന് എഴുതാനൊന്നും അത്രയും പറ്റത്തില്ല കർത്താവിൻ്റെ തേജസ്സിനെ കുറിച്ച്. കാരണം അവൻ്റെ വസ്ത്രത്തിൻ്റെ വെണ്മയെക്കുറിച്ച് എങ്ങനെ എഴുതുന്നത്? അന്ന് ഇന്നത്തെ പോലെ ഡിജിറ്റൽ ലോകമൊന്നുമില്ല. അന്നത്തെ വെളിപ്പാടനുസരിച്ച് ഏറ്റവും കൂടിയ കാര്യം പറയുക, ഒരു വെള്ള ഉടുപ്പ് ഒരു അലക്കുകാരൻ നനച്ചു കഴിഞ്ഞാൽ എത്രമാത്രം വെളുത്തിരിക്കും? അതിനേക്കാളും വെളുത്തിരിക്കുന്നത് അവൻ്റെ വസ്ത്രം. അവനെ തേജസ് വന്ന് മൂടിയപ്പോൾ എന്തോ സംഭവിച്ചു? ഇവർ ബോധം കെട്ട് നിലത്ത് വിടും, അല്ലേ? അപ്പോൾ തേജസ് കണ്ടൊരു വ്യക്തി എന്തോ സംഭവിക്കും? അവന്റെ സ്വയം അവിടെ മറക്കും. ഞാൻ പറഞ്ഞു, മോശ പർവ്വതത്തിൽ ചെന്നപ്പോൾ മോശയ്ക്ക് എന്തു പറ്റി? അവനെ മറന്നു, അവന്റെ ശരീരത്തെ മറന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇതുപോലെ ദൈവത്തിന്റെ തേജസ് നമ്മൾ കാണപ്പെടുകയാണെങ്കിൽ, ഓരോ ആരാധനയിലും അവന്റെ തേജസ് നമ്മൾ കാണുകയാണെങ്കിൽ, അവിടെ പിന്നെ നമ്മുടെ പേരില്ല, നമ്മുടെ കുടുംബമില്ല, നമ്മുടെ ചരിത്രമില്ല, ഒന്നുമില്ല. നമ്മൾ അവന്റെ സന്നിധിയിൽ അവനോട് കൂടെ ചേർന്ന് നിൽക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, പുറപ്പാട് പുസ്തകത്തിൽ, അവൻ തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റും പ്രാകാരം നിർത്തി, പ്രാകാരവാതിലിന്റെ മറശ്ശീല തൂക്കി. ഇങ്ങനെ മോശ പ്രവൃത്തി സമാപിച്ച് അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. അപ്പോൾ അവൻ ജഡമായി തീർന്നു, വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. എന്നിട്ടെന്താ പറഞ്ഞു? പിതാവിൻ്റെ തേജസ് അവനിൽ ഞങ്ങൾ കണ്ടു. ഓക്കെ, അപ്പോൾ പഴയ നിയമത്തിലെ ആ സമാഗമന കൂടാരത്തിലെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് വരികയാണ്. ഇനി അടുത്തത്, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യത്തിനകത്ത് പറയുകയാണ്, ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുകയും അവർ എനിക്ക് അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണം, അവരുടെ നടുവിൽ വസിക്കണം. വീണ്ടും പറയുന്നു, ഞാൻ അവരുടെ ദൈവമായിരുന്നു തന്നെ അവരുടെ നടുവിൽ വസിക്കും, അല്ലേ? ഇനി അടുത്തത്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ശ്രദ്ധിച്ചോ? പ്രവാചകൻ വിളിച്ചു പറയുക, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, ഇമ്മാനുവേൽ എന്ന് അവന് പേരിടും. അതിന്റെ അർത്ഥം എന്തുവാ? ദൈവം നമ്മോടുകൂടെ. അപ്പം സമാഗമന കൂടാരത്തിൽ ദൈവം തൻ്റെ ജനത്തിന്റെ കൂടെ വസിക്കുവാൻ തെരഞ്ഞെടുത്തതുപോലെ നമ്മുടെ കൂടെ വസിക്കുവാൻ സ്വന്തം പുത്രനെ വിട്ടിട്ട് അവനൊരു പേരിട്ടു, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന് അർത്ഥം, അല്ലേ? ഇനി ഈ മന്ദിരം ഉണ്ടാക്കുമ്പോൾ അതിനകത്തെ ഓരോ ഉപകരണങ്ങളും ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യം. ഞാനിത് വായിക്കുന്നില്ല, ആരെങ്കിലും ഒരാളെ ശബ്ദം ഉയർത്തുന്നത് വായിച്ചേ, നിങ്ങൾക്കിത് മനസ്സിലാകണം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യം ഉറക്കെ വായിക്കണേ. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശ്വമന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃകപ്രകാരമൊക്കെ തന്നെ ഉണ്ടാക്കണം. ഖദരി മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. പറഞ്ഞു.
അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും വേണം. നോക്കിയേ, അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും വേണം. എന്നുവെച്ചാൽ ഇതൊരു ബോക്സാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ബോക്സ്. വായിച്ചോ. അത് മുഴുവൻ തങ്കം കൊണ്ട് പൊതിയണം, അകത്തും പുറത്തും പൊതിയണം. എന്നിട്ട് ഈ മരം കൊണ്ടുണ്ടാക്കിയ പെട്ടകത്തിന്റെ അകവും പുറവും സ്വർണം കൊണ്ട് പൊതിയണം. അതിന്റെ മേൽ ചുറ്റും പൊന്നുകൊണ്ടുള്ള ഒരു വക്കും ഉണ്ടാക്കണം. അതിന് 4 പൊൻവളയം വാർപ്പിച്ച് 4 കാലിലും ഇപ്പുറത്ത് 2 വളയവും അപ്പുറത്ത് 2 വളയവുമായി തറക്കണം. ഗതിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. തണ്ടുകളാൽ പെട്ടകം ചുമക്കേണ്ടതിന് പെട്ടകത്തിന്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ അവ ചെലുത്തണം. തണ്ടുകൾ പെട്ടകത്തിന്റെ വളയങ്ങളിൽ ഇരിക്കണം, അവയെ അതിൽ നിന്ന് ഊരരുത്. ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം. ഖദരിമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. നിങ്ങൾ ഖദരിമരം കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇതാണ് ഖദരിമരം. മരുഭൂമിയിൽ വളരുന്ന ഒരു മരമാണ്. ഈ മരത്തിന്റെ ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? നോക്ക, അതിൻ്റെ ഓരോ കൊമ്പുകളിലും ഇതുപോലെ മുള്ളുകളാണ്. ഇത് ഉണങ്ങിയിരിക്കുന്നതാ, ഇത് പച്ചക്കുള്ളതാണ്. നോക്കിയേ, ഈ മുള്ളുകളാണ് യേശു കർത്താവിൻ്റെ തലയിൽ മുൾക്കിരീടമായി വെച്ചു കൊടുത്തത്. അപ്പോൾ പെട്ടകം എന്തുകൊണ്ടുണ്ടാക്കണം? ഖദരിമരം കൊണ്ടുണ്ടാക്കണം. ഖദരിമരം കൊണ്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട കാര്യമല്ല. അതൊരിക്കലും ഒരു ആശാരിക്കും ലെവലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അത് ഭയങ്കര പ്രശ്നപ്പെട്ടൊരു പണിയാണ്. അപ്പോൾ ഈ ഖദരിമരം കൊണ്ട് ഈ പെട്ടകം ഉണ്ടാക്കാൻ പറയുമ്പോൾ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആ വെളിപ്പാടിൻ്റെ ആഴം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. തൻ്റെ പുത്രനായ ക്രിസ്തു കഷ്ടാനുഭവങ്ങൾക്കകത്തൂടെ കടന്നു പോകുന്ന ആ അവസ്ഥയെ സ്വർണം കൊണ്ട് പൊതിഞ്ഞു വെക്കുന്ന ഒരു മനോഹരമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റുവാനാ പിതാവായ ദൈവം ആഗ്രഹിച്ചത്. നോക്ക്, നിങ്ങളുടെ ജീവിതത്തിനകത്തെ സാധാരണപ്പെട്ട തകർക്കപ്പെട്ട മുള്ളുപോലെയുള്ള അവസ്ഥകളുടെ നടുവിൽ ദൈവം നിങ്ങളെ മെനഞ്ഞ് അവന്റെ പുത്രന്റെ സ്വരൂപത്തിലാക്കി തീർക്കുവാൻ വേണ്ടി തൻ്റെ പുത്രനെ തകർത്ത് നിങ്ങളെ സ്വർണം കൊണ്ട് മൂടിയിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ സമാഗമന കൂടാരത്തിനകത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇതാണ് പെട്ടകം, ദൈവത്തിന്റെ പെട്ടകം, സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുക. പക്ഷെ അകത്തെന്താ? അകത്ത് ഖദരിമരമാണ്. റഫായിട്ടുള്ള അനുഭവമാണ്, അല്ലേ? പുറത്തുനിന്ന് നോക്കുന്ന ജനം ഒരിക്കലും അതിൻ്റെതായിട്ടുള്ള വീക്ക്നെസ് കാണുന്നില്ല. മനോഹരമായ സ്വർണം കൊണ്ട് പൊതിഞ്ഞ ഒരു പെട്ടകം കാണുക. ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരിക കർത്താവ്. അവൻ തകർക്കപ്പെട്ടവനായിട്ട് ഉടയ്ക്കപ്പെട്ടവനായിട്ടായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് അവനെ വലയം ചെയ്യപ്പെടുന്ന നമ്മൾ കാണുന്നത്. നോക്ക്, അതിൻ്റെ മുകളിൽ 2 കെരൂബുകൾ ചിറകു വിരിച്ചിരിക്കുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ദൈവത്തിൻ്റെ രൂപമുണ്ടോ? ഇല്ല, ഒരു സാധനം പോലും ഇവിടെ ഇല്ല. പക്ഷേ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുമ്പോൾ ഇതിൻ്റെ നടുവിൽ കൃപാസനം എന്ന് പറയുന്നത്, കൃപാസനത്തിൻ്റെ നടുവിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് തൻ്റെ ജനത്തോട് അവൻ സംസാരിക്കും. ദൈവത്തിന് ഒരിക്കലും അവൻ്റെ രൂപം ഉണ്ടാക്കി ഇവിടെ വെക്കേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അവൻ ഈ പെട്ടകം കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ ഈ പെട്ടകം കാണിക്കുന്ന അറിയാമോ? ഈ പെട്ടകത്തിനകത്ത് 3 കാര്യങ്ങളാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഒന്ന്, 10 കൽപ്പനകൾ. മോശയ്ക്ക് ദൈവം കൊടുത്ത 10 കൽപ്പന. നിങ്ങൾ ശ്രദ്ധിക്കണം, ആദ്യം ദൈവം കൽപ്പന അവൻ്റെ സ്വന്തം കൈപ്പടയിലാണ് എഴുതിയത്, അല്ലേ? ദൈവം തന്നെ ആ ടാബ്ലറ്റിൽ ദൈവത്തിൻ്റെ കൈപ്പടയിൽ എഴുതി. പക്ഷെ താഴ്വാരത്തിൽ വന്ന മോശ ജനത്തിൻ്റെ പാപപ്രവർത്തികൾ കണ്ടപ്പോൾ അവൻ അത് ഉടച്ചു കളഞ്ഞു. മനസ്സിലായോ? പിന്നീട് എന്തോ സംഭവിച്ചു? മോശ തന്നെ അത് എഴുതി വെക്കേണ്ടി വന്നു. ഒന്ന്, ഈ പെട്ടകത്തിൻ്റെ, ഞാൻ പറഞ്ഞു 2, അതിൻ്റെ ഒന്നുകൂടെ ആദ്യം മുതലുള്ള ഭാഗങ്ങൾ വായിച്ചേ. കണ്ടോ? 2.5 മുഴം നീളമാണ് ഇതിന്, 1.5 മുഴം ഉയരം, 1.5 മുഴം വീതി അങ്ങോട്ട്.
ഇതിന്റെ മുകളിൽ അടുത്ത താഴോട്ടുള്ള അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കണം. അതിന്റെ നീളം 2.5 മുഴം വീതിയും 2.5 മുഴവും വീതി 1.5 മുഴവും ആയിരിക്കണം. പൊന്നുകൊണ്ട് 2 കിരീടങ്ങളെ ഉണ്ടാക്കണം. കൃപാസനത്തിന്റെ 2 അറ്റത്തും അടുപ്പ് പണിയായി പൊന്നുകൊണ്ട് അവയെ ഉണ്ടാക്കണം. ഒരു കിരീബിനെ ഒരു അറ്റത്തും മറ്റേ കിരീബിനെ മറ്റേ അറ്റത്തും ഉണ്ടാക്കണം. കിരീബുകളെ കൃപാസനത്തിൽ നിന്നുള്ളവയായി അതിന്റെ 2 അറ്റത്തും ഉണ്ടാക്കണം. കിരീബുകൾ മേലോട്ട് ചിറക് വിടർത്തി ചിറക് കൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായും ഇരിക്കണം. കിരീബുകളുടെ മുഖം കൃപാസനത്തിൽ നേരെ ഇരിക്കണം. കൃപാസനത്തെ പെട്ടകത്തിന് മീതെ വെക്കണം. ഞാൻ തീരുമാനിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്ത് വെക്കണം. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്നും സാക്ഷ്യം. എവിടാ ദൈവം പ്രത്യക്ഷനാകുന്നേ? ഇതാ കൃപാസനം. ഇവിടെ ഒരു മഹാപുരോഹിതൻ കയറി വരാൻ സാധാരണ വരുന്ന പോലെ കയറി വരാൻ പറ്റത്തില്ല. പറ്റുമോ? നമ്മളിന്ന് വചനം കേൾക്കാൻ ഇവിടെ വന്നപ്പോൾ രാവിലെ എഴുന്നേറ്റ് എന്തെല്ലാം പ്രശ്നങ്ങൾക്കകത്തോടെ കയറി ഇവിടെ വന്നതല്ലേ? എന്തെല്ലാം സംസാരങ്ങൾ ഉണ്ടായി കാണും, എന്തെല്ലാം ഇറിറ്റേഷൻസ് ഉണ്ടായി കാണും. ചിലർക്കുണ്ടായി കാണത്തില്ല, ചിലർക്കുണ്ടായി കാണും. പക്ഷേ ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ എന്ത് ഫ്രീ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കൃപാസനത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. നോക്ക്, പഴയ നിയമത്തിൽ ഈ കൃപാസനത്തിൻ്റെ മുമ്പിലേക്ക് ഒരു പുരോഹിതന് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. നമ്മളെന്ത് അഭിമാനത്തോടാണ് പറയുന്നത് നമ്മൾ രാജകീയ പുരോഹിത വർഗമാണല്ലേ? നമ്മളൊന്ന് ചിന്തിച്ച് നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചിന്തിച്ചാൽ നമുക്കത് പറയാനുള്ള യോഗ്യതയുണ്ടോ? ഞാനൊരു രാജകീയ പുരോഹിത വർഗമാണ് നമ്മൾ പുറത്തുള്ളവരോടൊക്കെ പോയി പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് അത് പറയാനുള്ള യോഗ്യത പലപ്പോഴും ഇല്ല. കാരണം ഈ കൃപാസനത്തിനകത്തോട്ട് ചുമ്മാതെ കയറി ചെല്ലാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്ന, ഇവിടെ ഒരു രൂപമില്ല, ഒന്നുമില്ല. അത് ദൈവം ഇറങ്ങി വരുമ്പോൾ വന്നു. കാരണം ദൈവം ഒന്നിനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നില്ല, വേറൊന്നിനെ. ഇതിനകത്ത് മന്ന ഇട്ട് വെച്ച പൊൻപാത്രം ഉണ്ടായിരുന്നു. അതിനകത്ത് അഹരോന്റെ തളിർത്ത വടി ഉണ്ടായിരുന്നു. അതിനകത്ത് 10 കൽപ്പനകൾ ഉണ്ടായിരുന്നു, വേറൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എടുത്ത് കാണിക്കുന്നുണ്ട്. മന്നയിട്ട പൊൻപാത്രം എന്തുവാ? ഇസ്രയേൽ ജനത്തെ ദൈവം മരുഭൂമിയിൽ കൊണ്ടുവന്നപ്പോൾ തൻ്റെ ജനം ഭക്ഷിക്കുവാൻ ആഹാരമില്ലാതെ ദൈവത്തോടും മോശയോടും പെറുപിറുത്തപ്പോൾ സ്വർഗത്തിൽ നിന്നും മന്ന പൊഴിച്ചു കൊടുത്തു. മന്ന എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൂതന്മാരുടെ ആഹാരമാ, ഭക്ഷണമാ അല്ലേ? സ്വർഗത്തിൽ നിന്ന് അവൻ ദൂതന്മാരുടെ ആഹാരം കൊടുത്തു. നോക്കി, എന്ത് റോയൽ ഫുഡാണ് അവർക്ക് കിട്ടിയത് അല്ലേ? ഈ ലോകത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാലും ആ മെനു കൊടുത്താൽ കിട്ടത്തില്ല. നമ്മളിവിടെ പോയിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് മന്ന വേണമെന്ന് പറഞ്ഞാൽ തരുമാരല്ലോ. മന്ന അതെന്തോന്ന് ചോദിക്കുമല്ലേ? അപ്പം ദൂതന്മാർ കഴിക്കുന്ന ആഹാരത്താൽ ദൈവം അവരെ പോഷിപ്പിച്ചു. അപ്പോൾ ആ മന്ന ഇട്ട് വെച്ച പൊൻപാത്രം, കാരണം തങ്ങളുടെ പിതാക്കന്മാരെ മരുഭൂമിയിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർപ്പിക്കുക. കാരണം അവർ മരുഭൂമിയിൽ ആഹാരമില്ലാതിരുന്നപ്പോൾ അവരെ ആഹാരം കൊടുത്ത് അവർക്ക് ജീവൻ നൽകിയത് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് ഞാനത് ആദ്യം വായിപ്പിച്ച്, എന്നെ തിന്നുന്നവൻ, ഞാൻ സാക്ഷാൽ ജീവന്റെ അപ്പമാകുന്നു അല്ലേ? എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ആ വചനം നമ്മൾ വായിച്ചു. അപ്പോൾ ഇവിടെ ഈ മന്ന ഇട്ട് വെച്ച പൊൻപാത്രം അത് കൃപാസനത്തിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആരും തൊട്ടിട്ടില്ല. ഒരു പ്രാവശ്യം മോശ അതെല്ലാം ഫിനിഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ദൈവത്തിന്റെ തേജസ് ഇറങ്ങി. ദൈവം പറഞ്ഞ മാതൃക പ്രകാരം ഈ ആലയം ഫിനിഷ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ തേജസ് അവിടെ ഇറങ്ങി. പിന്നെ പുരോഹിതന്മാരില്ല, മോശയില്ല, ഒന്നുമില്ല, എല്ലാവരും നിലത്താ. ശലോമോന്റെ കൂടാരം പണിത് കഴിഞ്ഞപ്പോഴും എന്താ പറ്റി? പുരോഹിതന്മാർ നിലത്ത് വീണു. കാരണം ദൈവം ഇറങ്ങി വന്നാൽ സംഭവിക്കുന്ന കാര്യം അതാ. കാരണം അവിടെ നമ്മളില്ല. ആമേൻ. അപ്പോൾ മന്നയിട്ട് വെച്ച പൊൻപാത്രം നമുക്ക് കാണാം. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ദൈവം ഈ ജനത്തോട് മന്ന കൊടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ മന്ന പൊഴിച്ചു തരും, നിങ്ങൾ നാളത്തേക്ക് ഇതെന്ത് ചെയ്യരുത്, വെച്ചേക്കരുത്. വെച്ച് കഴിഞ്ഞാൽ എന്തോ പറ്റും? ക്രമിച്ചു പോകും. അപ്പോൾ അവനവൻ ആവശ്യമുള്ളത് അന്നന്നത്തേക്കുള്ളത് പെറുക്കിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന എന്താ, നമുക്ക് നാളെ ഫുഡ് വേണം, നമ്മളെല്ലാം ഉണ്ടാക്കി വെക്കും അല്ലേ? കാരണം നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കും, ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കും. ഇന്ന് അതിനുള്ള ടെക്നോളജി ഉണ്ട്, അതുകൊണ്ട് ചീത്തയാകത്തില്ല. അത് നമ്മൾ ആവശ്യമുള്ളപ്പോൾ എടുത്തെടുത്ത് ചൂടാക്കി കഴിക്കും. പക്ഷേ അവിടെ നിന്ന് വെച്ചാൽ അങ്ങനല്ല.
ഡെയിലി ഇവർക്ക് ആവശ്യമായിട്ടുള്ളത് അവരുടെ വീടിൻ്റെ മുമ്പിൽ നമ്മൾക്കിന്ന് കൊറിയർ വരുന്ന പോലെ വരും. നമ്മൾ ആമസോണിൽ നിന്നൊരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ എത്തും അല്ലേ എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ പിസ്സ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ ഡോറിൻ്റെ മുമ്പിൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം വരും എന്ന് പറഞ്ഞ പോലെ ഇവർ പാർക്കുന്ന പാളയത്തിൻ്റെ മുമ്പിൽ എന്ത് വന്നു? ദൈവത്തിൻ്റെ മന്ന വന്നു. എന്തൊരു സംഭവം അല്ലേ. എന്നിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങൾ നാളത്തേക്ക് ഇതെടുത്ത് വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ, കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ളത് മതി, ആവശ്യമില്ലാത്തത് കുത്തിക്കയറ്റുന്നതാണ് പ്രശ്നം അല്ലേ. ആവശ്യമുള്ളത് മതി. അപ്പോൾ അവര് ചിലരെന്തോ എന്നറിയാവോ, നാളെ ഇനിയും കിട്ടിയില്ലെങ്കിലോ. കാരണം ദൈവം പറഞ്ഞ വാക്ക് വിശ്വസിക്കുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം. ദൈവം നടത്തുന്ന വിധങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ മാനസികമായിട്ട് ഇച്ചിരി വിഷമിച്ചിരുന്നപ്പം ദൈവത്തിൻ്റെ ഞാനും ലെനിയും കൂടെ വണ്ടി ഇപ്പം ഞങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം നടത്തിയ ദൈവമല്ലേ, നമ്മളെ വീണ്ടും നടത്താൻ ശക്തനല്ലേ അവൻ. ഇങ്ങനെ പറഞ്ഞു. പാസ്റ്റർ മെമ്മോരീസ് ഇവരുടെ വീട്ടിൽ വന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് 1-2 കാര്യങ്ങൾ അവിടെ എഴുന്നേറ്റ് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ സഭയെ മാനിച്ച് ഞാനത് പറഞ്ഞില്ല. ഞാനിപ്പോൾ അത് നിങ്ങളുടെ ഒന്ന് പറയാം. ഒരു ദിവസം ഞാൻ ബാംഗ്ലൂരിൽ ദൈവം എന്നോട് വാഗ്ദത്തം പറഞ്ഞൊരു വീട് ലഭിച്ചു. അതിൻ്റെ ചരിത്രമൊക്കെ ഞാൻ പിന്നീട് പറയാം. വീട് ലഭിച്ചു. ആ വീട്ടിൽ ഞങ്ങൾ കയറി താമസിക്കാൻ നേരം വീടിനകത്ത് ഫർണിച്ചറുകളൊന്നുമില്ല. കാരണം ഞങ്ങൾക്ക് വീട് കിട്ടി, പക്ഷേ ഞങ്ങളൊരു കൊച്ചു വീട്ടിൽ നിന്ന് പോയതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകളൊന്നുമില്ല. മനോഹരമായൊരു വീടാണ്. അപ്പോൾ പാസ്റ്റർ മെമ്മോരീസ് വന്നപ്പം ഒരു പഴയ ടേബിള്, ആ ടേബിളിൽ ഇരുത്തി പ്ലാസ്റ്റിക് ചെയർ വലിച്ചിട്ടിട്ടാണ് ഞാൻ പാസ്റ്ററിനും ആൻറ്റിക്കും ഫുഡ് കൊടുത്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കർത്താവേ, ഒരു വലിയ ദൈവദാസൻ്റെ വീട്ടിൽ വന്നു, ഇത്രയും വലിയൊരു സഭയുടെ പാസ്റ്റർ, എനിക്ക് ആ മനുഷ്യന് കൊടുക്കാൻ വേണ്ടി നല്ലൊരു ടേബിൾ ഇല്ലായിരുന്നല്ലോ. അദ്ദേഹത്തോട് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം വന്നു കഴിച്ചു, സന്തോഷത്തോടെ പോയി. പക്ഷെ ഞാനിങ്ങനെ വിഷമിച്ച് ദൈവത്തോട് പറയാം, കർത്താവേ, ഒരു അഭിഷിക്തനെ മാനിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിരുന്നപ്പം അടുത്ത ദിവസം ഞാൻ നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച, ഒരു തേക്ക് തടിയിൽ തീർത്ത ഒരു ഡൈനിങ് ടേബിൾ എൻ്റെ വീട്ടിലോട്ട് വരിക, ഒരു പെട്ടി ഓട്ടോയിൽ. കുറേ ആൾക്കാർ ചേർന്ന് അത് വീട്ടിൽ കൊണ്ടുവന്ന് പിടിച്ചിട്ടിട്ട് കൊണ്ടുവന്ന ആൾ പറഞ്ഞു, പാസ്റ്ററെ, ദൈവം കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു പാസ്റ്ററിൻ്റെ വീട്ടിൽ ഈ ടേബിളും ചെയറും കൊണ്ട് തരണമെന്ന്. തേക്ക് തടി കൊണ്ടുള്ള ഒരു ടേബിളും ചെയറിൻ്റെ സെറ്റ്. നോക്കിക്കേ, ഒരു ദൈവദാസനെ ആദരിക്കുവാൻ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യം, പിന്നത്തേതിൽ ദൈവം എൻ്റെ ജീവിതത്തിനകത്ത് നന്മയ്ക്കായിട്ട് കണക്കിട്ടു. ഞാൻ പൈസ കൊടുത്ത് മേടിച്ചില്ല, ഞാൻ എങ്ങും പോയില്ല. ഒറ്റക്കാര്യം ചിന്തിച്ചുള്ളൂ, ഒരു ദൈവദാസനെ ഞാൻ മാനിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ ദൈവത്തെ മാനിക്കുന്നത് പോലെയാണ്. നമുക്കിന്ന് ദൈവദാസന്മാരൊന്നൊരു വിലയില്ലല്ലേ അല്ലേ? നിങ്ങൾക്കുണ്ട് കേട്ടോ, ഞാൻ അല്ല പറഞ്ഞു. പൊതുവെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് കാരണം അതുകൊണ്ട് ദൈവദാസന്മാരെന്ന് പറഞ്ഞ ഒത്തിരി പേരുണ്ട് ഈ ലോകത്ത്. ആമേൻ. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ഒരു ജീവിതം ഓരോ ദിവസവും പോകണമെങ്കിൽ നമ്മൾ കർത്താവിനോട് സംസാരിക്കാൻ തക്ക തലത്തിൽ അവനുമായിട്ടൊരു ബന്ധം വേണം, ഒരു റിലേഷൻഷിപ്പ് വേണം. എനിക്ക് കർത്താവിനോട് പറയാൻ പറ്റണം, കർത്താവേ, എൻ്റെ വീട്ടിനകത്ത് ഇങ്ങനെ അവസ്ഥ. കർത്താവ് എന്ത് ചെയ്യും? എനിക്ക് മറുപടി തരും. കാരണം പിതാക്കന്മാരെ മന്ന കൊടുത്ത് പോഷിപ്പിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് മന്ന ഇട്ടുവെച്ച പൊൻപാത്രം അവിടെ കണ്ടത്. ആമേൻ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, സാക്ഷ്യങ്ങൾ നല്ലതാണല്ലോ. ഞാനൊരു ദിവസം ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി ഒരുങ്ങുക. അപ്പം അക്കുവിൻ്റെ മമ്മി സുഖമില്ലാതെ കിടക്കുക, പുള്ളി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ബെഡിലാണ്. എനിക്ക് മീറ്റിങ്ങിന് സമയമാകുന്നു, പക്ഷേ എനിക്ക് ചില തുണികൾ നനയ്ക്കണം. അക്കു ഒന്ന് തീരെ അക്കുവിൻ്റെ തുണി നനയ്ക്കണം. ഇപ്പം എൻ്റെ അലീന സ്നേഹ ഞാനിപ്പോൾ ഇവിടെ തുണിയൊന്നും നനയ്ക്കാറില്ല, കാരണം പിള്ളേരെല്ലാം അത് ചെയ്യും. പക്ഷേ അന്നത്തെ കാലത്ത് ഞാൻ എല്ലാം ചെയ്യുമായിരുന്നു, കാരണം എനിക്ക് ചെയ്തേ പറ്റൂ. അപ്പം ഞാൻ ഈ തുണി നനയ്ക്കാൻ വേണ്ടി എനിക്കൊരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ വാഷിംഗ് മെഷീനാണ്. കാരണം ആ വാഷിംഗ് മെഷീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം പണ്ടത്തെ വാഷിംഗ് മെഷീൻ ആദ്യം നമ്മൾ തുണിയിട്ട് നനച്ച് പിന്നെ അതെടുത്ത് പിന്നെ സോപ്പെല്ലാം കളഞ്ഞ് വീണ്ടും അതിനകത്തിട്ട് വെള്ളം ഒഴിച്ച് നനച്ച് കഴുകി പിന്നെ അതെടുത്ത് വെയിലത്ത് കൊണ്ടുപോയി ഇടണം. കാരണം ഡ്രൈ ചെയ്യുന്ന സാധനമൊന്നും അന്നില്ല, ഇറങ്ങിയിട്ടില്ല. അപ്പം ഞാൻ ഈ വാഷിംഗ് മെഷീനകത്തിട്ട് തുണി നനച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഇങ്ങനെ അങ്ങ് പറയുക, കർത്താവേ, എനിക്ക് മീറ്റിങ്ങിന് സമയമായി. എനിക്ക് മീറ്റിങ്ങിന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ വേണം എനിക്ക് പോകാൻ. എനിക്ക് അതിനിടയ്ക്ക് വേറെ യാതൊരു ഡിസ്റ്റർബൻസും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ആ ദൈവ സാന്നിധ്യത്തിനകത്ത് തന്നെ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്.
ഞാനും സാധാരണപ്പെട്ടൊരു മനുഷ്യനാണ് അല്ലേ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഈ വാഷിംഗ് മെഷീനകത്തിട്ടപ്പോൾ ഞാൻ കർത്താവ് എനിക്ക് മീറ്റിങ്ങിന് സമയമായി, മീറ്റിങ്ങിന് പോകാൻ സമയം, ഞാനിവിടെ തുണി നനച്ചുകൊണ്ട് നിൽക്കുക, ഞാനിങ്ങനെ അങ്ങ് പിറുപിറുക്കുക. കാരണം എനിക്കങ്ങ് ദേഷ്യം വരിക. കാരണം എനിക്കൊന്നും തുണി നനയ്ക്കാനൊന്നും ഇഷ്ടമല്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ തുണി നനച്ചിട്ടുള്ള ബോർഡിങ്ങിലാണ്. ഞാൻ കൊച്ചിലെ വളർന്നത് ബോർഡിങ്ങിലാണ് കേട്ടോ. ബോർഡിങ്ങിൽ വളർന്നപ്പം എൻ്റെ തുണിയെല്ലാം എനിക്ക് നനച്ചേ പറ്റൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് തുണി നനയ്ക്കണം, തുണി അയൺ ചെയ്യണം. അത് കാരണം ഞാൻ ഏറ്റവും വെറുത്ത കാര്യങ്ങളാണ് തുണി നനയ്ക്കുന്നതും അയൺ ചെയ്യുന്നതും. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് അവരോട് ഭയങ്കര ദേഷ്യം വരും. ചുമ്മാ പറഞ്ഞേട്ടോ. അപ്പോൾ അന്നേരം ശ്രദ്ധിക്കണേ. അപ്പോൾ അന്നേരം ഞാൻ തുണി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ ആ മീറ്റിങ്ങിന് പോയി. അന്നത്തെ മീറ്റിങ്ങിനകത്ത് ഞാനിങ്ങനെ മനസ്സിന് വിഷമിച്ചാണ് പോകുന്നത്. കാരണം എനിക്ക് ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാനിങ്ങനെ വളർന്നു വരുന്ന സമയമാണ്. ഞാനവിടെ പോയി. അന്നത്തെ പാസ്റ്റർ അനിസൻ എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾക്ക് അറിയായിരിക്കും. പുള്ളിയുടെ വീട്ടിൽ വെച്ചാൽ മീറ്റിങ്. അപ്പോൾ ഭയങ്കര ആൾക്കാർ കൂടി വന്നിരിക്കുന്ന സമയം. അന്നത്തെ മീറ്റിങ്ങിനകത്ത് ഭയങ്കര ഒരു ഡെലിവറൻസ് ഒക്കെ നടന്നു. ഞാൻ തിരിച്ച് വീട്ടിൽ ക്ഷീണിതനായിട്ട് വന്ന് കിടന്നു. അടുത്ത ദിവസം രാവിലെ ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുക, ബൈബിളൊക്കെ വായിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഇത് പറഞ്ഞതുപോലെ ഒരു വണ്ടി വരിക. വേൾപൂൾ 6th സെൻസ് എന്ന് പറഞ്ഞൊരു വാഷിംഗ് മെഷീൻ എൻ്റെ വീട്ടിലോട്ട് വരിക. വീട്ടിലോട്ട് വന്നിട്ട് ഒരാൾ കൊണ്ടു തന്നിട്ട് പറയാം, പാസ്റ്ററെ ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് പാസ്റ്റർ ഇത് കൊണ്ടു തരണമെന്ന്. ഇത് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ, ഒരു കഥ പോലെ. എല്ലാവരും വിശ്വസിക്കണമെന്നൊന്നുമില്ല. കാരണം എൻ്റെ മോൾ ഇവിടെ ഇരിപ്പുണ്ട്, അവൾക്കറിയാം. അപ്പോൾ ഇത് കൊണ്ടു തന്നെ ഞാൻ ചോദിച്ചു, അപ്പോൾ എനിക്കൊരു സംശയം, ഇതെന്തോ ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ചോദിച്ചു, ബ്രദർ എന്തോ പറ്റിയൊന്ന് പറയാമോ? അപ്പോൾ ആ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, പക്ഷേ ആക്ച്വലി ഇത് പാസ്റ്റിന് വേണ്ടി ഞാൻ മേടിച്ചതല്ല, ഇത് എനിക്ക് വേണ്ടി മേടിച്ചതാണ്. എൻ്റെ വീട്ടിലേക്ക് മേടിച്ച് ഞാനിത് ബുക്ക് ചെയ്തു, കിട്ടാൻ അല്പം സമയം എടുക്കുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞ ഡേറ്റിന് വീട്ടിൽ വന്നില്ല. അതിൻ്റെ അടുത്ത ദിവസവും വന്നില്ല. ഞാൻ അവരെ കിടന്ന് ഫോൺ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ ഉടനെ വരും. പക്ഷേ പുള്ളി പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴെല്ലാം ദൈവം എൻ്റെ മുഖം കാണിക്കുക പുള്ളിക്കാരനെ. ദൈവം പുള്ളിയോട് പറയാം, ആ വാഷിംഗ് മെഷീൻ നിനക്കുള്ളതല്ല, ആ പാസ്റ്റിനുള്ള, അതുകൊണ്ടാണ് നിനക്ക് വരാത്തത്. അപ്പം മനുഷ്യരല്ലേ, പുള്ളി ഭയങ്കര കൺഫ്യൂഷനായി. പുള്ളി അന്നേരം ദൈവത്തോട് പറഞ്ഞു, കർത്താവ് നീ ഇത് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് വാഷിംഗ് മെഷീൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പാസ്റ്റർ വീട്ടിലോട്ട് കൊണ്ടുപോയേക്കാം. പുള്ളി ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഫോൺ കോൾ വരിക, നിങ്ങളുടെ വാഷിംഗ് മെഷീൻ റെഡിയായെന്ന്. പുള്ളി പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അഡ്രസ്സ് വരാം, അങ്ങോട്ട് പോക്കോ, ഞാൻ അങ്ങോട്ട് വന്നേക്കാമെന്ന്. അങ്ങനെ അദ്ദേഹം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആ വാഷിംഗ് മെഷീൻ വെച്ചു. എനിക്ക് അപ്പം ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാം നൽകിത്തരാൻ ബാധ്യസ്ഥനാണ്. അവൻ്റെ കൂടെ നടക്കുമ്പം അവൻ മന്ന കൊടുത്ത് ജനത്തെ പോഷിപ്പിച്ചല്ലേ. കാരണം ദൈവത്തിൻ്റെ ആഗ്രഹം അവൻ്റെ ജനത്തിൻ്റെ കൂടെ ആയിരിക്കാനാണ്, അവൻ്റെ ജനത്തിൻ്റെ നടുവിൽ വസിക്കാനാണ്, അവൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റാനാണ്, അവൻ്റെ ദൈവമായിരിക്കാൻ അവൻ ആഗ്രഹിച്ചത് അല്ലേ. നമ്മുടെ ദൈവമായിരിക്കാൻ അവൻ ആഗ്രഹിച്ചത് കൊണ്ട് നമ്മുടെ ഇടയിൽ അവൻ ഇറങ്ങി വന്നു. അപ്പോൾ അന്നേരം ഈ പെട്ടകത്തിനകത്ത് വെച്ചിരിക്കുന്ന ഈ മന്ന ക്രമിച്ചു പോയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ക്രമിച്ചു പോയില്ല. അത് എത്ര ദിവസം കൊണ്ട് അവിടെ ഇരിക്കുക? കാരണം എന്തെന്നറിയാവോ? ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുന്ന സ്ഥലമാണ്. ദൈവത്തിൻ്റെ തേജസ്സിലാണ് നിങ്ങൾ വസിക്കുന്നതെങ്കിൽ നിങ്ങൾ ആരോഗ്യമുള്ളൊരു മനുഷ്യനായിട്ട്, ഹല്ലേലൂയ, നിങ്ങൾ ദൈവസേനയിലായിരിക്കും. ആമേൻ. ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ അശുദ്ധകരമായിട്ടുള്ള യാതൊന്നും നിങ്ങളെ തൊടത്തില്ല. ദൈവത്തിൻ്റെ തേജസ്സിൽ നിങ്ങൾ വലയം ചെയ്യപ്പെട്ടാൽ ഒരു പിശാചിന് നിങ്ങളെ തൊടാൻ സാധിക്കത്തില്ല. എത്ര പേർ ഇത് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ, ഹല്ലേലൂയ. 2 അഹരോന്റെ തളിർത്ത വടി. ആമേൻ. അഹരോന്റെ തളിർത്ത വടി. ഈ അഹരോനോട് ദൈവം പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് നമ്പേഴ്സ് 18:1 വായിച്ചേ ആരെങ്കിലും ഒരാൾ, വളരെ വേഗം. പിന്നെ യഹോവ അഹരോനോട് അരുളിച്ചെയ്തെന്നാൽ, നീയും നിന്റെ പുത്രന്മാരും നിന്റെ പിതൃഭവനവും വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുണ്ടാകുന്ന അകൃത്യം വഹിക്കണം. നീയും നിന്റെ പുത്രന്മാരും നിങ്ങളുടെ പൗരോഹിത്യം സംബന്ധിച്ചുണ്ടാകുന്ന അകൃത്യവും വഹിക്കണം. പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇപ്പം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അതിൻ്റെ ആഴങ്ങൾ? അപ്പം ഇതെല്ലാം നിഴല. പൗരോഹിത്യ ശുശ്രൂഷയുള്ള അഹരോൻ നിഴല. അവൻ പുരോഹിതൻ എന്ന് വെച്ചാൽ യേശു ആയിരുന്നില്ല. യേശു വന്നപ്പോൾ അഹരോനെ പോലെ തന്നെ അവൻ എന്ത് ചെയ്തു? ഈ ജനത്തിൻ്റെ അകൃത്യങ്ങളെ അവൻ ചുമന്നു. പിന്നെ യഹോവ അഹരോനോട് അരുളിച്ചത് എന്തെന്നാൽ, നീയും നിന്റെ പുത്രന്മാരും നിന്റെ പിതൃഭവനവും വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുണ്ടാകുന്ന അകൃത്യം വഹിക്കണം.
നീയും നിന്റെ പുത്രന്മാരും നിങ്ങളുടെ പൗരോഹിത്യം സംബന്ധിച്ചുണ്ടാകുന്ന അകൃത്യമായി. അപ്പൊ ഇവരുടെ ജീവിതത്തിനകത്ത് ആലയം സംബന്ധിച്ച ഒരു അകൃത്യം ഉണ്ടായാൽ അവൻ ഏറ്റെടുക്കണം. മനസ്സിലാകുന്നുണ്ടോ? ആലയം സംബന്ധിച്ച് അല്ലെങ്കിൽ പൗരോഹിത്യം സംബന്ധിച്ചുണ്ടാകുന്ന അകൃത്യം എന്ത് ചെയ്യണം? അവൻ ഏറ്റെടുക്കണം. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം 31-ാം വാക്യം എടുത്തേ. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. അപ്പൊ അഹരോന്റെ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ. എങ്ങനെ തെരഞ്ഞെടുത്ത അഹരോനെ? മോശയും അഹരോനും ലീഡർഷിപ്പിൽ നിന്നപ്പോൾ ഈ ജനമെല്ലാം അവർക്കെതിരെ പിറുപിറുത്തു. നിങ്ങളെ മാത്രമേ ദൈവം ഉപയോഗിക്കത്തുള്ളൂ, ഞങ്ങളെ ദൈവം ഉപയോഗിക്കത്തില്ലേ? ഇന്നത്തെ സഭകൾക്കകത്തെല്ലാം നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ പെന്തക്കോസ്ത് സഭകൾക്കകത്ത്.